മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഈ റബീഉൽ അവ്വൽ പൂർത്തിയാകുന്നത് വരെ 30 ദിവസവും ഇത് തുടരണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ ദുആയിൽ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരിൽ നിന്നും പഠിച്ചിട്ടില്ല എന്നതാണ്. ഓക്കെ, ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. ഹി ഹാസ് നോ ടീച്ചർ ബട്ട് സ്റ്റിൽ ഹി ക്യാൻ ലേൺ, അല്ലേ? ഒരാളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് പഠിക്കാം. ഇഫ് ഹി ഹാസ് ദ ടൂൾസ്, അതിനുള്ള ആലത്തുകൾ ഉണ്ടെങ്കിൽ, അതിനുള്ള മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ. അതിൻ്റെ മാധ്യമങ്ങൾ എന്താ? ജ്ഞാനസമ്പാദനത്തിൻ്റെ മാധ്യമങ്ങൾ എഴുത്തും വായനയുമാണ്, അക്ഷരതയാണ്. പക്ഷേ മുഹമ്മദ് നബി നിരക്ഷരനാണ്. ഇനി ഒരാൾക്കും ആരോപിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി അക്ഷരമറിയുന്ന ആളാണ് എന്ന്. നിരക്ഷരനാണ്. അത് നമ്മൾ അഭിമാനത്തോടു കൂടി ഒരു യോഗ്യതയായിട്ട് പറയുകയാണ്. നിരക്ഷരത എന്നത് യോഗ്യതയാകുന്നത് ഒരേ ഒരു മനുഷ്യനാണ്, അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരക്ഷരനാകുക എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് യോഗ്യതയാണ്. കാരണം മറ്റൊരാളിൽ നിന്നും പഠിക്കാതെ, സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടെത്താതെയും ഇസ്ലാം എന്ന മതത്തെ, അതിൻ്റെ സമ്പൂർണതയുടെ സാക്ഷാത്കാരം സാധ്യമാക്കി എന്ന് പറയുന്നത് യോഗ്യതയല്ലാതെ മറ്റെന്ത്? പഠിച്ച അനേകം പേരുണ്ട്, അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഇത് ആർജിതമല്ല, അള്ളാഹുവിൽ നിന്നുള്ള സവിശേഷമായ നൽകലും സ്വീകരണവുമാണ്. അപ്പോൾ റസൂൽ സ്വന്തമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ മാധ്യമമായ എഴുത്തും വായനയും തങ്ങൾക്ക് അറിയുകയുമില്ല. ഇത് ഖുർആൻ സ്ഥിരപ്പെടുത്തി, ഖുർആൻ പ്രഖ്യാപിച്ചു. ഇനി തങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നുവെങ്കിൽ ഇത് ആളുകൾ എതിർക്കണ്ടേ? ഖുർആനിൽ ഈ വചനമുണ്ടല്ലോ, ഇത് പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ഇത് തെറ്റാണ് എന്ന് പറയാമായിരുന്നല്ലോ. ഖുർആനിൻ്റെ ഒരു ധൈര്യം നോക്കൂ, ഒരു വെല്ലുവിളിയല്ലേ ഇതൊക്കെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് ഖുർആൻ അങ്ങോട്ട് പറയാ. അങ്ങനെയാണെങ്കിൽ അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ബോധ്യമാക്കണമല്ലോ. അങ്ങനെ ഒരു സാക്ഷി വന്നാൽ തൻ്റെ ഈ അവകാശവാദം പൊളിയുമെന്ന് വ്യാജ പ്രവാചകനാകണമെങ്കിൽ മുഹമ്മദ് നബി കരുതണമായിരുന്നു. പക്ഷേ മഹദല്ലാ, ഇത് വ്യാജ പ്രവാചകനല്ല, ഇത് ഹഖുൻ, ഇത് അള്ളാഹുവിൻ്റെ ദൂതരാണ്. അപ്പോൾ ഖുർആൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഓതിയ കഴിഞ്ഞ എപ്പിസോഡിൽ ഓതിയ സൂറത്തുൽ അൻകബൂത്തിലെ വചനം, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, ഒരു വചനവും ഒരു ഗ്രന്ഥവും അങ്ങ് മുൻപ് വായിച്ചിട്ടില്ല. വലാ തഖത്തുഹു ബിയമീനിക, അങ്ങയുടെ വലതുകരം കൊണ്ടൊന്നും എഴുതുകയും ചെയ്തിട്ടില്ല. ഇദല്ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇദല്ലർതാബൽ മുബ്തിലൂൻ, അസത്യവാദികളായ ആളുകൾക്ക്, ബാത്തിലിൻ്റെ ആളുകൾക്ക് അവർക്ക് സംശയമുണ്ടാക്കാമായിരുന്നല്ലോ. അതിനു പോലും അവസരം കൊടുത്തിട്ടില്ല. ബാത്തിലിൻ്റെ ആളുകൾക്ക്, മുബ്തലീങ്ങൾക്ക്, ഇബ്താൽ ചെയ്യുന്ന ആളുകൾക്ക് റൈബുണ്ടാകാനുള്ള ഒരു അവസരം പോലും നൽകാതെ, സംശയമുണ്ടാകാനുള്ള അവസരം പോലും നൽകാതെ പുണ്യനബിയെ സമ്പൂർണ്ണ നിരക്ഷരനായി അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ റിസാലത്തിൻ്റെ ഒരു തെളിവല്ലാതെ മറ്റെന്ത്? അപ്പൊ പിന്നെ ഒരു സംശയം വരും. ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഹുദൈബിയ സന്ധിയിൽ എന്താണ് സംഭവിച്ചത്? ഹുദൈബിയ സന്ധിയിൽ കരാർ എഴുതി, റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹു കരാർ എഴുതി. കരാറിൽ ഇങ്ങനെയുണ്ട്, മിൻ മുഹമ്മദുൻ റസൂലുള്ളാഹ് മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, മുഹമ്മദ് നബിയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദൂതരായ മുഹമ്മദിൽ നിന്ന് ആണ് ഈ കരാർ. തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രണ്ടുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിയും ഉണ്ട്. അപ്പോൾ സുഹൈൽ ബിൻ അംർ പറഞ്ഞു, വെരി ലോജിക്കൽ. അദ്ദേഹം പറഞ്ഞു, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രപഞ്ചത്തെ പടച്ച ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നീ പരിചയപ്പെടുത്തിയ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിനിടയില്ല. വാട്ട് എ ലോജിക്കൽ ആർഗ്യുമെന്റ്. അതുകൊണ്ട് റഹ്മാൻ റഹീം എന്ന് വെട്ടണം, മറിച്ച് ബിസ്മിക അല്ലാഹുമ്മ എന്നാക്കാം, അള്ളാഹു നിന്റെ നാമത്തിൽ എന്നാക്കാം. അപ്പോൾ റസൂൽ സമ്മതിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹുവിനോട് അത് വെട്ടാൻ പറഞ്ഞു. അലി റളിയല്ലാഹുവിനോട് വെട്ടി. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ള അത് വെട്ടണം, എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാക്കണം. കാരണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഈ കരാറിൻ്റെ ആവശ്യമില്ലല്ലോ. വി വുഡ് ബിലീവ് യു, നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നാക്കണം. അബ്ദുള്ളയുടെ മകനായ മുഹമ്മദുമായിട്ടാണ് ഞാൻ കരാർ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വെട്ട് അലിയെ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു വൈമനസ്യം,
റസൂലുള്ള എന്ന പേര് എങ്ങനെ ഞാൻ വിട്ടും, എന്ന നാമം എങ്ങനെ ഞാൻ വിട്ടും? അപ്പോൾ റസൂൽ പറഞ്ഞു, ഞാൻ വെട്ടാം, കാണിച്ചിട്ട് എവിടെയാണ് റസൂലുള്ള? ഇതാണ് റസൂലുള്ള അത് വെട്ടുന്നു. ഇതിനെയാണ് റസൂലുള്ള അക്ഷരം പഠിച്ചിട്ടുണ്ട് എന്ന് വാദിക്കാൻ തെളിവായിട്ട് ഉന്നയിക്കുന്നത്. ഇതെങ്ങനെ തെളിവാകും? ഏതൊരാൾക്കും മനസ്സിലാവുമല്ലോ, ഇവിടെ എന്താ എഴുതിക്കുന്നത്, ഇത് അത് വെട്ടാം എന്ന് പറഞ്ഞാൽ ആർക്കും വെട്ടാൻ പറ്റും. ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് പേന കൊണ്ട് വെട്ടാൻ അക്ഷരം പഠിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ മക്കക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതൊക്കെ പഠിക്കുന്നത് വേദജ്ഞാനമുള്ള ജബ്ർ എന്ന് പറയുന്ന ഒരു കൊല്ലപ്പണിക്കാരനാണ്. ഹി വാസ് എ ക്രിസ്ത്യൻ. കാരണം മക്കയിൽ കൂടുതലും ബഹുദൈവ ആരാധകരാണല്ലോ. അവർക്ക് മുൻകാല പ്രവാചകന്മാരെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ല. അപ്പോൾ ഈ വേദജ്ഞാനമുള്ള വർക്കത്ത് ബിൻ നൗഫൽ മരണപ്പെട്ടു. പിന്നെ ഇപ്പോൾ അവിടെ ആരാളുള്ളത്? അതൊരു ജബറാണ്. അപ്പോൾ ജബർ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലും അതിൻ്റെ ഘടനയിലും ആകൃഷ്ടരാകുന്നതാണല്ലോ മക്കക്കാരുടെ പ്രശ്നം. അപ്പോൾ ഈ ഘടന നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയാത്തതല്ലേ? ഇത് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന ഒരു വ്യക്തിക്കും അനുകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കവിത പാടാത്ത, അക്ഷരാഭ്യാസി അല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിനും കഴിയില്ല. പക്ഷെ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇത് അള്ളാഹുവിൽ നിന്ന് അറിയിച്ചു തരുന്നത്. ഇതാണല്ലോ ആർഗ്യുമെന്റ്. അതിനെതിരെ ഇവർ പറയണത് എന്താ? ജബർ അല്ലേ പറഞ്ഞു തരുന്നത്? ജബർ, ഹീ ഈസ് നോട്ട് എൻ അറബ്. ഖുർആൻ അതിൻ്റെ മറുപടി പറയാണ്. ഖുർആനിൻ്റെ ആർഗ്യുമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. നമ്മൾ വിശകലന വിധേയമാക്കാൻ വൈകിപ്പോയൊരു കാര്യമാണ് ഖുർആനിലെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ ആർഗ്യുമെന്റേഷൻ അതിൽപ്പെട്ടൊരു ഭാഗമാണിത്. സൂറത്ത് നഹ്ലിൽ 103-ാമത്തെ ആയത്തിലാണ് ശത്രുക്കളുടെ അല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ അവകാശവാദം അല്ലാഹു റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ്, വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ. മുഹമ്മദ് നബിക്ക് ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് അവർ പറയുന്നുണ്ടല്ലോ. വലഖദ് നഅലം, അത് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അന്നഹും, അവർ പറയുന്നുണ്ട്. യഖൂലൂൻ, അവർ പറയുന്നുണ്ട്. ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ, ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ലിസാനുല്ലദീ യൽഹിദൂന ഇലൈഹി അഅ്ജമിയ്യും വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. എന്താ മറുപടി? അങ്ങനെ അവർ ആരോപിക്കുന്ന ആ മനുഷ്യൻ ഒരു അനറബിയല്ലേ? അനറബിക്ക് എങ്ങനെയാണ് ഖുർആനിനെ പോലെ സാഹിത്യ മികവുള്ള അറബി ഭാഷയിൽ അവതീർണമായ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക? വാട്ട് എൻ ആർഗ്യുമെന്റ്! അറബി ഭാഷ എന്നതാണ് ഖുർആനിൻ്റെ സവിശേഷത, അതിൻ്റെ സാഹിത്യമാണ്. അതാണ് അനുകരിക്കാൻ കഴിയാത്തത്. അതിനെക്കുറിച്ച് നമ്മൾ വരും എപ്പിസോഡുകളിൽ അള്ളാഹു തൗഫീഖ് നൽകിയാൽ വിശദീകരിക്കും. അങ്ങനെയുള്ള ഒരു ഖുർആൻ അനർബിയായ ഒരാളാണ് മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നത് എത്രമേൽ ബാലിശമാണ് എന്നാണ് ഖുർആനിൻ്റെ കൗണ്ടർ ആർഗ്യുമെന്റ്. അപ്പോൾ സ്വന്തമായി പഠിച്ചെടുത്തതുമല്ല, മറ്റാരും പഠിപ്പിച്ചതുമല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള അവതീർണമാണ്, അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതാണ്, മറ്റൊരു മനുഷ്യനും പഠിപ്പിച്ചതല്ല, സ്വയം പഠിച്ചെടുത്തതുമല്ല എന്ന് നമുക്ക് ബോധ്യമാകും.